നമസ്കാരം, സെല്ലുലോയിഡ് മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം. പൃഥ്വിരാജിൻ്റെ സംവിധാന അരങ്ങേറ്റം, അതും നമ്മുടെ മോഹൻലാലിനൊപ്പം. പ്രേക്ഷകർ ഒട്ടേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ലൂസിഫർ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ലൂസിഫറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡ് മൂവി റിവ്യൂവിൽ. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ് ലൂസിഫർ. എന്നാൽ ഈ 3 മണിക്കൂർ പോകുന്നത് അറിയുകയേയില്ല. കാരണം ഒരു മാസ് ചിത്രത്തിന് വേണ്ടുന്ന എല്ലാ ചേരുവകളും കൂട്ടിയിണക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലറിൽ സൂചിപ്പിച്ച പോലെ തന്നെ തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് ലൂസിഫർ. നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ നേതാവായ സ്റ്റീഫൻ നെടുമ്പള്ളിയെയാണ് ആദ്യം നമുക്ക് സിനിമയിലൂടെ പരിചയപ്പെടാനാവുന്നത്. പിന്നീട് കളി മാറുന്നുണ്ട്. അത് സിനിമ കണ്ടു തന്നെ നിങ്ങൾ അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണ്. രാഷ്ട്രീയത്തിലെ ഫണ്ടിങ്, ഒപ്പം തന്നെ അതിനെ നിയന്ത്രിക്കുന്ന ലോബികൾ, ഡ്രഗ് മാഫിയ, ഇവയെല്ലാം തന്നെ പ്രമേയമായി വരുന്നുണ്ട്. രാഷ്ട്രീയത്തെ മുൻനിർത്തി സിനിമ ആ വഴിക്ക് പോകുമോ എന്ന് പേടിക്കേണ്ടതില്ല. സിനിമ ശരിയായ ട്രാക്കിൽ തന്നെയാണ് പിന്നീട് സഞ്ചരിക്കുന്നത്. മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ ചുവട് പിടിച്ച് ഒരു മാസ് ചിത്രമായി തന്നെ പിന്നീട് ചിത്രം വളരുകയാണ്. മുഖ്യമന്ത്രിയുടെ മരണം തീർത്ത വിടവിൽ നടക്കുന്ന രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ, ഇവയെല്ലാം തന്നെ ചിത്രത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചില വിശേഷങ്ങൾ. ഇതിനിടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആഴപ്പരപ്പ് ഒറ്റഘട്ടത്തിൽ വെളിവാകാതെ പതിയെ ചുരുൾ നിവരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. രാഷ്ട്രീയത്തിൽ മീഡിയ ഉപയോഗപ്പെടുത്തൽ, ഇവയെല്ലാം തന്നെ കൃത്യമായി ഈ ചിത്രത്തിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു മാസ് ചിത്രത്തിൻ്റെ തിരക്കഥ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു മികച്ച ഉദാഹരണം എന്ന് തന്നെ പറയാം. മുരളി ഗോപിയുടെ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ തിയേറ്ററിൽ കയ്യടി വാങ്ങിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ പ്രതിഭയും അടയാളപ്പെടുത്തുന്ന ചിത്രമാണ്. അതിൻ്റെ മേക്കിംഗ് കൊണ്ട് ലൂസിഫർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. കാര്യം, ഓരോ രംഗവും കാണുമ്പോൾ അടുത്ത രംഗം അതിനേക്കാൾ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. സുജിത് വാസുദേവിൻ്റെ ക്യാമറ ആംഗിൾ നമ്മൾ കണ്ടു പരിചയിച്ച മാസ് ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരനുഭവം ലൂസിഫർ സമ്മാനിക്കുന്നുണ്ട്. ഓരോ ചിത്രത്തിലെയും കഥാപാത്രങ്ങൾ നന്നാകുമ്പോഴാണ് ആ ചിത്രം മൊത്തമായി നന്നാകുന്നത്. അതായത് കാസ്റ്റിംഗ് മികച്ചതായാൽ ചിത്രം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെയെങ്കിൽ ലൂസിഫറിലെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. വില്ലനായ വിവേക് ഒബ്രോയ്, മഞ്ജു വാര്യർ, സായികുമാർ, കലാഭവൻ ഷാജോൺ, ബൈജു, സാനിയ അയ്യപ്പൻ തുടങ്ങി കാസ്റ്റിംഗ്, ടൊവിനോ എല്ലാം തന്നെ വളരെ മികച്ച രീതിയിലാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു മികച്ച അനുഭവം തന്നെ ലൂസിഫർ അതുകൊണ്ട് സമ്മാനിക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ അതിഥി വേഷം, പ്രത്യേകിച്ച് ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവന്നതും ഈ ചിത്രത്തിന് വളരെയധികം മികച്ച രീതിയിലുള്ള ഒരു വിജയമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാസ് ചിത്രത്തിന് വേണ്ടുന്ന അകമ്പടിയാകുന്ന പശ്ചാത്തല സംഗീതമുണ്ട്. ദീപക് ദേവിൻ്റെ പശ്ചാത്തല സംഗീതമാണ് നമുക്ക് 3 മണിക്കൂർ ദൈർഘ്യം തോന്നാത്ത രീതിയിൽ ആ ചിത്രത്തെ ഏറ്റവും മികച്ചതാക്കിയത്. ഓരോ രംഗത്തിനും അനുസരിച്ചുള്ള ഒരു പശ്ചാത്തല സംഗീതം ലൂസിഫറിലെ എല്ലാ രംഗങ്ങൾക്കും അത്തരത്തിലുള്ള ആഴപ്പരപ്പ് നൽകാൻ പ്രത്യേകിച്ച് സഹായിച്ചു എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ആക്ഷൻ രംഗങ്ങൾ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. ലാലേട്ടനുള്ള 2 ഫൈറ്റ് സീക്വൻസുകളാണുള്ളത്. ഈ രംഗങ്ങളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിലാണ് അനുഭവപ്പെടുന്നത്. പൊതുവേ സെല്ലുലോയിഡ് ചിത്രങ്ങൾക്ക് റേറ്റിംഗ് നൽകാറില്ല. എന്നാലും നിങ്ങളോട് പറയുകയാണ്, ഒരു മാസ് എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെ ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ലൂസിഫർ. എല്ലാവരും തിയേറ്ററിലെത്തി ചിത്രം കാണണം. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. മറ്റൊരു മൂവിയുടെ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.